ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഈ ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ. എന്നിട്ട് നേരെ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിൽ നമുക്ക് മറ്റൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഫ്രൈങ് പാൻ ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു അളവിൽ മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതിൻ്റെ പേരിലാണ് 1 ടേബിൾ സ്പൂൺ. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ കടായി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആവശ്യമായിട്ട് വരും. ഇതിലേക്ക് ഇനി നമ്മളിതാ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ കടായി ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് അത് അടുക്കി പിടിക്കും. അതിൻ്റെ പേരിലാണ്. ഒരു സൈഡൊന്ന് പതുക്കെ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തതിൻ്റെ പേരിൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമെല്ലാം ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിൽ നന്നായിട്ട് ഇതെല്ലാം പിടിച്ച് വരുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സൈഡ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇത് ഇപ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ട്. ഇതുപോലെ നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. പക്ഷേ ഇരുന്നാലും കുറച്ചും കൂടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടണം നമുക്ക്. ഇതിങ്ങനെ ഈ ഒരു രീതിക്ക് തന്നെ നമ്മളൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. അതായത് വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളിതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് ടോസ്റ്റാക്കി കിട്ടുമ്പോഴത്തേക്ക് അതിന് ആ പുറം ഭാഗത്തിന് നല്ലൊരു ഹാർഡ്നെസ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് അതേ തവയിലേക്ക് തന്നെ വീണ്ടും കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം കടുക് ചേർക്കാം. കടുകിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് വെളുത്തുള്ളി അലിയും കൂടി. ഇപ്പോൾ ചെറിയ വെളുത്തുള്ളി അലിയിൽ ഒരു 4-5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് മുരിഞ്ഞ് തുടങ്ങട്ടെ. നല്ലതുപോലെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയും കറിവേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ നേരത്തെ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകളും കൂടി ഒന്ന് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്.
നമ്മളിപ്പോൾ നേരത്തെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പ് തികയാതെ വരും, അതിൻ്റെ പേരിൽ ഒരല്പം മാത്രം ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് വീണ്ടും ഒന്ന് വറുത്തെടുക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം നമ്മളിതെല്ലാം ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ മസാല എല്ലാം ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഫ്ലെയിം ഒരുപാട് വെക്കരുത്. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഫ്ലെയിം ഒരുപാട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റെ ആ ടേസ്റ്റിങ് മാറിപ്പോവും. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ടാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഏകദേശം 1 മിനിറ്റോളം ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫൈനലി പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ്. ഒരു 1/4 പീസ് അളവിൽ നാരങ്ങ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയുടെ ജ്യൂസ് കൂടി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ അധികം പേർക്കും പല റെസിപ്പികളും ഇഷ്ടാവില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഉച്ചത്തെ ചോറിൻ്റെ കൂടെ ഇതുപോലൊരു പൊട്ടറ്റോ ഫ്രൈയും കൂടെ തന്നെ നല്ലൊരു രസമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ പറയാനുമില്ല. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.